അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ പാലക്കാടിന്റെ 14 വർഷം ജനപ്രതിയായി ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MP നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. മുരളിയേട്ടനിവിടെ സൂചിപ്പിച്ചു, തൃശ്ശൂർ പൂരം രാവിലെ പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ടത് രാവിലെ 7 മണിക്കാണ് നടന്നത് എന്നുള്ളത്. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനെ സംബന്ധിച്ച് പാലക്കാട്ടെ വെടിക്കെട്ടും മേപ്പറമ്പിൽ നടന്നത് വൈകിട്ട് 7 മണിക്കാണ് എന്നുള്ളത് ഇന്ന് ഈ പ്രസംഗം കേട്ട മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ വളരെ സുദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. എനിക്ക് ചെറിയ 2-3 ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടുത്തെ BJP CPM പ്രവർത്തകരോട്, അവരിലെ ചില നേതാക്കന്മാർ, CJP മുന്നണി ഉണ്ടാക്കിയ ചില നേതാക്കന്മാരോടും എനിക്ക് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ വാർത്തകളും സ്ഥാനാർത്ഥി നിർണയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ വാർത്തകളും നിങ്ങൾ പരിശോധിക്കുക. ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ പത്രസമ്മേളനങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. ഈ തെരഞ്ഞെടുപ്പിലെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ ഞങ്ങൾക്കെതിരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളൊക്കെ വാർത്തകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, പത്രസമ്മേളനങ്ങളിലൂടെ, നവമാധ്യമങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കേട്ട് കാണും, കണ്ടു കാണും, അറിഞ്ഞു കാണും. സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത്, എനിക്കെതിരെ പറഞ്ഞത്, ശ്രീകണ്ഠേട്ടനെതിരെ പറഞ്ഞത്, മുന്നണിക്കെതിരെ പറഞ്ഞത്, സ്ഥാനാർത്ഥി നിർണയത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്കുക. BJP CPM-നെതിരെ പറഞ്ഞ എന്ത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. BJP സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്കെതിരെ, CPM സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ ഏത് പോയിന്റാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? CPM സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ ഏത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? എവിടെയാണ് അതിന്റെ തലക്കെട്ടുകൾ ഉണ്ടാവുന്നത്? എവിടെയാണ് അതിന്റെ വാർത്തകൾ ഉണ്ടാവുന്നത്? എവിടെയാണ് അത് ഈ നാട്ടിൽ ചർച്ചയാവുന്നത്? നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നോമിനേഷൻ കൊടുത്തപ്പോൾ വേറെ 2 രാഹുൽ വന്നു. ഒരു കട്ട CPM-കാരനായ രാഹുൽ അപരനായിട്ട് വന്നു. ഒരു കട്ട BJP-കാരനായിട്ട് രാഹുൽ ഇതിന്റെ പുറകിൽ നിന്ന് അയാളും അപരനായിട്ട് വന്നു. നിങ്ങൾ ആലോചിച്ചോ, UDF-ന്റെ കാൻഡിഡേറ്റിനെതിരെ 2 അപരന്മാരെ, ഒന്ന് BJP-യും നിർത്തി, ഒന്ന് CPM-ഉം നിർത്തി. എന്ത് CPM-ന് ഒരു കൃഷ്ണകുമാറിനെ അപരനായി കൊടുക്കാൻ തോന്നിയിട്ടില്ല? എന്റെ BJP-ക്ക് ഒരു CPM സ്ഥാനാർത്ഥിയെ അപരനായി തെരഞ്ഞു കണ്ടുപിടിക്കാൻ തോന്നിയിട്ടില്ല? അവർക്ക് പരസ്പരം ഒരു അപരനെ പോലും നിർത്തണം എന്ന് തോന്നാത്ത തരത്തിൽ അവരുടെ രാഷ്ട്രീയ ബന്ധം ഇനി രഹസ്യമല്ല, അത് പരസ്യമാണെന്നുള്ള തിരിച്ചറിവ് ഈ നാട്ടിലെ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക്, അവരവരുടെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് ഉണ്ടാവണം. വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും എല്ലാം UDF-നെതിരെയാണ്. അവർക്ക് പരസ്പരം വിമർശനങ്ങൾ പോലും ഇല്ല. അവർക്ക് പരസ്പരം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വ്യക്തിപരമായും ഒന്നും പറയാനില്ല. നമ്മുടെ കാൻഡിഡേറ്റിനെ ഞങ്ങൾ ഓരോരുത്തരെ, എന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാൻ പാലക്കാട്ടെ ജനങ്ങളോട് ചോദിക്കുന്നു, പാലക്കാട്ടെ CPM പ്രവർത്തകരോട് ചോദിക്കുന്നു, 13 വർഷം ഈ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലക്ക്, 3 തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട്ട് മത്സരിച്ച ഒരാളെന്നുള്ള നിലക്ക്, എന്താണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം കൊണ്ട് നിങ്ങളുടെ ആരുടെങ്കിലും വോട്ട്, ഇവിടെ ഏതെങ്കിലും മുന്നണിയുടെ വോട്ട് ഞങ്ങൾ ആരെങ്കിലും വാങ്ങിയതിന്റെ ഒരു ഓർമ്മയും ചരിത്രവും നിങ്ങൾക്ക് പറയാനുള്ളത്? ആരുടെ കയ്യിലാ പണം കൊടുത്ത് പാലക്കാട്ടുകാരൻ വോട്ട് വാങ്ങിയിട്ടുള്ളത്? അങ്ങനെ പണം കൊടുത്താൽ പാലക്കാട്ടുകാരന്റെ വോട്ട് കിട്ടുമായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുമായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണത്തിന്റെയും മേലെയാണ് പാലക്കാട്ടുകാരന്റെ ജനാധിപത്യ ബോധമെന്ന് അത് നിങ്ങൾ തിരിച്ചറിയണ്ടേ.
എന്തിനാ CPM അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്? ഇത് 1980-കളാണോ? വെട്ടി നിറച്ച് പണം കൊണ്ടുവന്നൊരു തെരഞ്ഞെടുപ്പിനെ പാലക്കാട് പോലൊരു സ്ഥലത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പണം കൊണ്ട് അട്ടിമറിച്ചാൽ അട്ടിമറിയുന്ന ഒന്നാണെന്നോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്റെ അനുഭവത്തിലല്ല, ഒരു രൂപയും കൊടുത്തിട്ടല്ല, മനസ്സറിഞ്ഞ് ജനങ്ങളുടെ കൂടെ നിന്നിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും 2011 ജയിച്ചതും 16 ജയിച്ചതും 21 ഇവിടെ ഓഫീസ് വരെ തുറന്ന BJP-കാരന്റെ ഓഫീസ് പാലക്കാട്ടെ ജനങ്ങൾ പൂട്ടിയതും ഒന്നും പണത്തിന്റെ കിലുക്കം കൊണ്ടല്ല. ഞാൻ നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ടും നിങ്ങളുടെ കൂടെ നടന്ന അനുഭവം കൊണ്ടും നിങ്ങളോട് ഇടപഴകിയതിന്റെ എന്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുന്നു, 2024 നമ്മൾ ജയിക്കാൻ പോകുന്നതും ഈ നാട്ടിലെ ജനങ്ങൾ നമുക്ക് നൽകുന്ന പിന്തുണയുടെ പേരിൽ മാത്രമായിരിക്കും. ഇന്നിപ്പോ വേറൊരു വാർത്ത വരുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വന്ന വാർത്തയോട് ഒറ്റ വാചകം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. സ്പിരിറ്റും കടത്തും ഒന്നും ഞങ്ങളുടെ ശീലങ്ങളല്ല എന്നുള്ളത് ഞാനൊന്ന് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതാരുടെ ശീലമാണെന്നുള്ളതും അത് കടത്തുന്നവരോട് ആർക്കാണ് ബന്ധമെന്നുള്ളതും അവരുടെ സംരക്ഷകൻ ആരാണ് എന്നുള്ളതും ഒക്കെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം എന്നുള്ളത് ഇവിടുത്തെ CPM ജില്ലാ സെക്രട്ടറിയോട് ഉൾപ്പെടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് പാലക്കാട്ടുകാർക്ക് അറിയാം. ആരാണ് സ്പിരിറ്റിന്റെ ആളുകൾ, ആരാണ് അതിന്റെ കടത്തുകാർ, ആരാണ് ആ കടത്തുകാരെ സംരക്ഷിക്കുന്നത്, ആരാണ് അവരുമായിട്ട് ബന്ധമുള്ളത്, അതിന്റെ പേരിൽ ഏത് പാർട്ടിയിലാണ് കുഴപ്പമുള്ളത്, ഏത് നേതാവിനെതിരെയാണ് അത്തരം ആരോപണങ്ങൾ വന്നിട്ടുള്ളതെന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ചോദിക്കുന്നു, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ എവിടെയാ സ്പിരിറ്റ് ഒഴുകിയിട്ടുള്ളത്? ഏത് കാലത്താ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ സ്പിരിറ്റ് ഒഴുകിയിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ BJP-യുടെ നേതാവ് എനിക്കെതിരെ പറയുന്നു, സുരേന്ദ്രൻ ഞാൻ കള്ളപ്പണം 4 കോടി മേടിച്ചു എന്നുള്ളത്. ഞാൻ സുരേന്ദ്രനെയും സുരേന്ദ്രന്റെ പാർട്ടിയെയും വെല്ലുവിളിക്കുന്നു. രാജ്യത്ത് അധികാരത്തിൽ നിങ്ങളാണല്ലോ, സംസ്ഥാനത്തും നിങ്ങളാണല്ലോ അധികാരത്തിൽ. നിങ്ങൾക്ക് എന്തേ നടപടിയെടുക്കാൻ പറ്റാത്തത്? സുരേന്ദ്രന് CPM സ്ഥാനാർത്ഥിയെ പറ്റി ഒന്നും പറയാനില്ല. BJP സ്ഥാനാർത്ഥിക്ക് CPM സ്ഥാനാർത്ഥിയെ പറ്റി ഒന്നും പറയാനില്ല. സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ലൗഡ് സ്പീക്കർ ആരാ? സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ലൗഡ് സ്പീക്കർ ഇവിടുത്തെ BJP നേതാക്കന്മാരല്ല. സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ലൗഡ് സ്പീക്കറായി CPM-ന്റെ ജില്ലാ സെക്രട്ടറി മാറുമ്പോ, അതിന്റെ എക്കോയായി ഇവിടുത്തെ മന്ത്രി മാറുമ്പോ, ഞാൻ എന്നെ കേൾക്കുന്ന CPM പ്രവർത്തകരോട് ചോദിക്കുന്നു, അവരുടെ നേതാക്കന്മാർക്ക് പോലും വിശ്വാസമില്ലാത്ത, ഉണ്ടയില്ലാത്ത വെടികളെ നിങ്ങളുടെ നേതാക്കന്മാർ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, പാലക്കാട്ടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എടുത്തിട്ട് അണിയുന്നത് എന്തിനാ? നിങ്ങൾ അതിന്റെ എക്കോ ആവുന്നത്? നിങ്ങൾ എന്തിനാ അതിന്റെ ലൗഡ് സ്പീക്കർ ആവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ദിവസം ഒരു ഘട്ടം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് ദീർഘമായിട്ട് കടന്നു പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഹോട്ടലിലുണ്ടായ നാടകത്തിലും എന്തിനാ യുവമോർച്ചയുടെയും DYFIയുടെയും സംഘനൃത്തം കേരള പോലീസ് ഒരു റെയ്ഡ് ആരംഭിക്കുമ്പോ, കോമ്പൗണ്ട് ക്ലോസ് ചെയ്യാതെ ഒരു റെയ്ഡ് ആരംഭിക്കുമ്പോ അതിന്റെ ഗേറ്റ് അടക്കാതെ, അതിന്റെ വാതിലടക്കാതെ യുവമോർച്ചക്കാരനെയും BJP സ്ഥാനാർത്ഥിയെയും DYFIക്കാരനെയും അകത്ത് കയറ്റി അവരവിടെ ഒരുമിച്ച് സംഘനൃത്തമാടാനുള്ള കമ്മ്യൂണിക്കേഷൻ ആരാ BJP-ക്ക് കൊടുത്തത്? ഭരിക്കുന്നത് CPM-ന്റെ പോലീസ് ആണെങ്കിൽ ആരാ അത് BJP-ക്ക് വിവരം കൊടുക്കുന്നത്? ആദ്യം അവിടെ വരുന്നത് കൈരളി ചാനലിന്റെ റിപ്പോർട്ടർ ആണെങ്കിൽ ആരാണ് യുവമോർച്ചക്കാർക്ക് വിവരം കൊടുക്കുന്നത്? ക്യാമറയുടെ മുന്നിലെ സീനിലെ സംഘർഷവും ക്യാമറയുടെ പുറകിലെ സീനിലെ ചർച്ചകളും അത് കേരളം മുഴുവൻ കണ്ടതല്ലേ? പാലക്കാട് മുഴുവൻ കണ്ടതല്ലേ? ഞാൻ ചോദിക്കുന്നു, സ്വന്തം പാർട്ടിക്കും ചിഹ്നത്തിനും വേണ്ടി കഠിനാധ്വാനം നടത്തുന്ന നല്ലവരായ സാധാരണ സഖാവിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ പാർട്ടി നേതൃത്വം നൽകി നടത്തിയ നാടകത്തിൽ CJP പാലക്കാട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് കാരണമായ നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ആർജവമുള്ള ആരെങ്കിലും നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടും ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിലാവട്ടെ എന്ന് ഈ നാടിന് വേണ്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നിങ്ങൾക്കറിയില്ലേ ഇവിടെ ആരായിട്ടാ മത്സരം എന്നുള്ളത്?
നിങ്ങൾക്കറിയില്ലേ ഇവിടുത്തെ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്, ഇവിടുത്തെ വാർത്തകളിൽ നിരന്തരം വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നത്, ഇവിടുത്തെ വാർത്തകളിൽ നിരന്തരം വേട്ടയാടപ്പെടുന്നത്, അധിക്ഷേപ വർഷങ്ങൾ ചൊരിയുന്നത്, അതിന്റെ പിന്നിലെ അജണ്ട എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? CPM-നെതിരെ BJP പറയുന്നില്ല, BJP-ക്കെതിരെ CPM പറയുന്നില്ല എന്ന് കാണുമ്പോ നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ ഈ വിവാദങ്ങൾ BJP-യെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കിയതാണ് എന്നുള്ളത്? പാലക്കാട്ടെ രാഷ്ട്രീയം അറിയാത്തവരാണോ നിങ്ങൾ? പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയിലെ രാഷ്ട്രീയം, പാലക്കാട്ടെ പഞ്ചായത്തുകളിലെ രാഷ്ട്രീയം, അത് രണ്ടും ചേരുമ്പോ ഇവിടെ ആരുമായിട്ടാണ് മത്സരം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്കുള്ളിലും ഇല്ലേ? എന്നെ കേൾക്കുന്ന പാലക്കാട്ടെ വോട്ടർമാർക്കറിയാം, മേപ്പറമ്പിലെ വോട്ടർമാർക്കറിയാം, പിരായിരിയിലെ വോട്ടർമാർക്ക് അത് കൃത്യമായിട്ട് അറിയാം. അതനുസരിച്ച് തന്നെ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ധാരാളം കാരണങ്ങളുണ്ട്. പാലക്കാട്ടെ ജനങ്ങളുമായി ഇടപഴകിയതിന്റെ അനുഭവം വെച്ചുകൊണ്ട് തന്നെ പറയുന്നു, 13 വർഷം നിങ്ങൾക്കിടയിൽ നടന്ന ഒരാളെന്നുള്ള നിലക്ക് പറയുന്നു, 3 തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടുകൾ കൊണ്ട് ജയിച്ച ഒരാളെന്നുള്ള നിലക്ക് പറയുന്നു, പാലക്കാട്ടുകാരന്റെ പെരുമാറ്റവും അവരുടെ വോട്ടിംഗ് പാറ്റേണും തമ്മിലുള്ള ബന്ധത്തെ ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലക്ക് ഉത്തരവാദിത്വത്തോടെ മേപ്പറം ബംഗാളിയിൽ നിന്ന് അടിയുറച്ച് നെഞ്ചിൽ കൈവച്ച് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉജ്ജ്വല ഭൂരിപക്ഷത്തിന് പാലക്കാടിന്റെ MLA ആയിരിക്കും എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ഏതും ഇനി ബാക്കിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങളുടെ തീരുമാനം പാലക്കാട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് BJP-യെ സഹായിക്കാനുള്ള ഇത്തരം ഇടപാടുകൾ, ആ ഇടപാടുകളിൽ നിന്ന് പാർട്ടിയെ തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം. ഇവിടെ പാർട്ടിയുടെയും ചിഹ്നത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയുന്നു, പിണറായി വിജയനെ സെക്സ് റാക്കറ്റിന്റെ ക്യാപ്റ്റൻ എന്ന് വിളിച്ച ഒരാളും ഇവിടെ UDF-ൽ മത്സരിക്കുന്നില്ല. അവരെവിടെയാണ് മത്സരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊരു ആത്മപരിശോധന നടത്തിയാൽ മതി. നിങ്ങളൊരു ആത്മപരിശോധന നടത്തിയാൽ മതി. അതിന്റെ കാരണവും കാര്യവും ഒക്കെ നന്നായി ചിന്തിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇന്ന് PV അൻവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പിണറായി വിജയൻ തലപോയ മുരടിച്ചു പോയൊരു തെങ്ങാണെന്ന് PV അൻവർ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. CPM-ന്റെ പ്രവർത്തകർ നല്ലോണം ആലോചിക്കട്ടെ. CPM-ന്റെ പ്രവർത്തകർ ഇരുത്തി ചിന്തിക്കട്ടെ. പിണറായി വിജയൻ തലപോയ മുരടിച്ചു പോയ തെങ്ങാണ് എന്ന് പറയുന്നവനെ തോളത്തിരുത്തി കൊണ്ടു നടന്നതും വാനോളം പുകഴ്ത്തിയതും കടനിലകളുടെ രാജാവെന്ന് വിളിച്ചതും നിങ്ങൾ ആരൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങളൊരു ആത്മപരിശോധന നടത്തട്ടെ. ഇനി പാലക്കാട്ടെ വികസനത്തിന്റെ കാര്യത്തിൽ, പാലക്കാട്ടെ വികസന കാര്യങ്ങളെല്ലാം പരിപൂർണമാണെന്ന് അവകാശപ്പെടാനൊന്നും ഞാൻ ആളല്ല. പാലക്കാട് അറിയിക്കുന്നത് മുഴുവൻ പാലക്കാടിന് ലഭിച്ചു എന്ന് പറയാനും ഞാൻ ആളല്ല. പക്ഷെ ആരുമായും പരസ്യ സംവാദത്തിന് തയ്യാറാണ്. ഈ പാലക്കാടിന്റെ മണ്ണിൽ മറ്റൊരു കാലത്തുമില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആരുമായും പരസ്യ സംവാദത്തിന് തയ്യാറാണ് എന്നുള്ളത് ഈ മേപ്പറം ബംഗാളിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 കോൺസ്റ്റിറ്റ്യുവൻസി ഉള്ള അട്ടപ്പാടിയും നെല്ലിയാമ്പതിയും സൈലന്റ് വാലിയും ഉൾപ്പെടെയുള്ള വിദൂര പ്രദേശങ്ങൾ, പറമ്പിക്കുളം പോലുള്ള ഈ പാലക്കാടിന്റെ മണ്ണിൽ ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുള്ള ആവശ്യം ഇത്തരം പതിറ്റാണ്ടുകളോളം വൈകിയതിന്റെ പിന്നിൽ ആരാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? EMS-നെ, നായനാരെ, അച്യുതാനന്ദനെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് അയച്ചൊരു ജില്ല. സ്വതന്ത്ര കേരളം പിറവിയെടുത്ത് തെരഞ്ഞെടുപ്പുകൾ ആരംഭിച്ച ശേഷം ഈ 2021 തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടങ്ങളിൽ 2 തവണ ഒഴികെ ബാക്കി എല്ലാ കാലത്തും CPM-ന് കൂടുതൽ MLA-മാരെ കൊടുത്തൊരു ജില്ല. ആ ജില്ലക്കൊരു മെഡിക്കൽ കോളേജ് എന്തേ നിങ്ങൾക്ക് നേരത്തെ അനുവദിച്ചുകൂടായിരുന്നോ? ആ ജില്ലക്കൊരു മെഡിക്കൽ കോളേജ് എന്തേ നിങ്ങൾക്ക് നേരത്തെ അനുവദിച്ചുകൂടായിരുന്നോ? ആ മെഡിക്കൽ കോളേജിനെ പറ്റി ഞാൻ ഒരു വാക്ക് പറയുന്നു. ഞാൻ ഇനി പാലക്കാടിന്റെ MLA അല്ല. പാർട്ടി ഒരു തീരുമാനമെടുത്തു, എനിക്ക് ഇവിടുന്ന് മാറേണ്ടി വന്നു, ഞാൻ മാറി.
പാർട്ടിയുടെ തീരുമാനം അനുസരിക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ അത് പ്രാധാന്യത്തോടു കൂടിയുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അനുസരിച്ചതുപോലെ ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ചേലക്കരയിൽ ആ തീരുമാനം അനുസരിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കെ രാധാകൃഷ്ണൻ ചെയ്തതിൽ കൂടുതലും കെ രാധാകൃഷ്ണൻ ചെയ്തതിൽ കുറവും ഒന്നും ഞാനും ചെയ്തിട്ടില്ല. പാർട്ടി ഒരു തീരുമാനം പറഞ്ഞു, അദ്ദേഹം അനുസരിച്ചു. പാർട്ടി ഒരു തീരുമാനം പറഞ്ഞു, ഞാനും അനുസരിച്ചു. എനിക്ക് അവസാനം വന്ന ഫോൺ കോൾ, ഡിയർ ഷാഫി, we didn't call to discuss with you, we are informing you the party decision. നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വിളിച്ചതല്ല, നിങ്ങളെ ഞങ്ങൾ പാർട്ടി തീരുമാനം അറിയിക്കുന്നുവെന്ന് എന്റെ പാർട്ടി പറഞ്ഞപ്പോ പിറ്റേ ദിവസം രാവിലെ വേറെ പാർട്ടി നോക്കിപ്പോയവനല്ല എന്ന അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നു. ഒരു തീരുമാനം അദ്ദേഹം അനുസരിച്ചതുപോലെ തന്നെ ഞാനും അനുസരിച്ചു. ആ ജനത, ആലത്തൂരിലും വടകരയിലും ജനങ്ങൾ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ ഭാഗമായി ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു. പാലക്കാടും ചേലക്കരയിലും വയനാടിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നു. മുരളിയേട്ടൻ പറഞ്ഞല്ലോ, BJP-ക്കാരുടെ 7 പേരുടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ സംബന്ധിച്ച് അതിന്റെ കണക്കുകൾ ഇവിടെ പറയുന്നു. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഞാൻ പോണ്ടി വന്നു. ഞാനിപ്പോ പാലക്കാടിന്റെ MLA അല്ലാതെ എനിക്കറിയാം. എന്നാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മളവിടെ തുടങ്ങി വെച്ചത് പാലക്കാട്ട് മെഡിക്കൽ കോളേജ് അധികം വൈകാതെ തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അത്താണിയും ആശ്രയവുമായിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പറയുന്നു, ഒരു സംശയവും നിങ്ങൾക്ക് ആ കാര്യത്തിന് വേണ്ട. ഏതാണ്ട് 7 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് നമ്മളവിടെ പണി തീർത്തിരിക്കുന്നത്. 7 ലക്ഷം സ്ക്വയർ ഫീറ്റ്. ഇനി നിങ്ങൾ സംശയം വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചത് UDF. മെഡിക്കൽ കോളേജിന് സ്ഥലം ഏറ്റെടുത്തത് UDF. ഏറ്റെടുത്ത സ്ഥലം മെഡിക്കൽ കോളേജിന് പതിച്ചു നൽകിയത് UDF. അതിന് ക്യാബിനറ്റിന്റെ അംഗീകാരം കൊടുത്തത് UDF. അതിന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ അപേക്ഷ കൊടുത്തത് UDF. അതിന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അനുമതി നേടിയെടുത്തത് UDF. ആദ്യത്തെ കെട്ടിടത്തിന് തറക്കല്ലിട്ടത് UDF. ആദ്യത്തെ കെട്ടിടം പൂർത്തിയാക്കിയത് UDF. ആദ്യത്തെ ബാച്ചിന് അഡ്മിഷൻ കൊടുത്തത് UDF. ആദ്യത്തെ സ്റ്റാഫിനെ അവിടെ പഠിപ്പിക്കാൻ നിയോഗിച്ചത് UDF. ആദ്യത്തെ മെഡിക്കൽ കൗൺസിലിന്റെ ഇൻസ്പെക്ഷന് പാലക്കാട് അംഗീകാരം നേടിയത് UDF. ആശുപത്രി ബ്ലോക്കിന്റെ പണം അനുവദിച്ചത് UDF. അതിന് AS കൊടുത്തത് UDF. അതിന് TS കൊടുത്തത് UDF. അത് ടെൻഡർ ചെയ്തത് UDF. അതിന്റെ പണി ആരംഭിച്ചതും UDF-ന്റെ കാലത്ത്. ഞാൻ എല്ലാത്തിന്റെയും രേഖയും കടലാസും ഏത് പാലക്കാട്ടുകാരന്റെ മുമ്പിലും തരാൻ തയ്യാറാണ്. അന്ന് അതിന്റെ ഉദ്ഘാടനം കോട്ടമൈതാനത്ത് നടക്കുമ്പോ ശ്രീകണ്ഠേട്ട, അവിടെ ഒരാൾ വന്ന് പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ മന്ത്രിസഭയിലെ ഒരു അംഗം ഇത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആക്കണം എന്നുള്ളത്. അപ്പോഴാണ് CP മുഹമ്മദ് പറഞ്ഞത്, സർക്കാരിന്റെ പട്ടികജാതി വകുപ്പിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിന്റെ താഴെ ഇനി ഗവൺമെന്റ് ആക്കണമെന്ന് പറയുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രസവ മുറി എന്ന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ സ്ത്രീകളുടേത് എന്ന് എഴുതി വെക്കേണ്ടതുണ്ടോ എന്ന് അന്ന് CP അവിടെ ചോദിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ വന്നാൽ ഉടനെ ഇതിനെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ മെഡിക്കൽ ഹെൽത്തിലേക്ക് മാറ്റും. പിന്നീടാണ് ശ്രീ AK ബാലൻ മന്ത്രിയായത്. എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്, ഞാൻ തുറന്നു പറയുന്നു. ആ മെഡിക്കൽ കോളേജിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ട്, കാരണം 10 BA-ക്കാര് എന്റെ സമുദായത്തിൽ നിന്നുണ്ടായി കാണണം എന്നാഗ്രഹിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ നാട്ടിലാണ് ഒരു വർഷം 75 പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർമാർ മെഡിസിന് പഠിച്ച് പാസ്സായി ഇന്ത്യ രാജ്യത്ത് ഒരേ ഒരിടത്ത് നിന്ന്. ബാക്കി എല്ലാ ഇടങ്ങളിലും അവരെ ചവിട്ടി തേക്കുമ്പോ, അവർക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാവുമ്പോ, അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോ, സാമൂഹ്യ നീതിയുടെ ഏറ്റവും വലിയ വിളംബരമായി പാലക്കാട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു വർഷം ചുരുങ്ങിയത് 75 കുട്ടികൾ പഠിച്ചു പാസ്സായി പുറത്തു പോവുകയാണ്. നിങ്ങൾക്കറിയോ, ഈ ആക്ഷേപിക്കുന്ന മെഡിക്കൽ കോളേജിൽ 475 കുട്ടികൾ ഇതിനകം പഠിച്ച് ഡോക്ടർമാരായി പാലക്കാട്ട് നിന്ന് പഠിച്ചിറങ്ങി. എനിക്ക് കഴിഞ്ഞ ദിവസം ആര്യ എന്ന് പറഞ്ഞിട്ട് മാത്തൂരിൽ ഒരു കുട്ടിയെ കാണാൻ പറ്റി. ആര്യ പാലക്കാട്ട് മെഡിക്കൽ കോളേജിൽ പഠിച്ച ആര്യ ഇപ്പൊ പാലക്കാട്ട് മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന ആര്യായി അവിടെ നിന്ന് മാറിയത് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ പഠിച്ചു പാസ്സായി പോകുന്നു. 9 സ്പെഷ്യാലിറ്റികളിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ OP നോക്കുന്നു. 180 ബെഡുള്ള IP അത് ഇത്രയും വൈകരുതായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ബാലേട്ടന്റെ കാലത്തുണ്ടായ താല്പര്യം പിന്നീട് ഉണ്ടായില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ എല്ലാവർക്കും അറിയാം. സത്യസന്ധമായിട്ട് അന്വേഷിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ അതിന്റെ കുറ്റം എനിക്കാണോ?
പാലക്കാട്ടെ മെഡിക്കൽ കോളേജിന്റെ ഗവേണിംഗ് ബോഡിയിൽ പാലക്കാട് MLA അംഗമല്ല. പക്ഷെ പാലക്കാട്ടെ മെഡിക്കൽ കോളേജിന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാന്റെ പേര് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് എന്നുള്ളത് മറന്നിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. പാലക്കാടിന് മെഡിക്കൽ കോളേജ് ഏറ്റവും വലിയൊരു അനുഗ്രഹമാകുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതിനോട് താല്പര്യമുള്ള ഒരു ഗവൺമെന്റ് അധികാരമേറ്റാൽ അത് പാലക്കാട്ടുകാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് എത്തും. 500 ബെഡുള്ള മുഴുവൻ സ്പെഷ്യാലിറ്റീസിനും, ക്യാൻസറിനും, ട്രോമ കെയറിനും, അതുപോലെ തന്നെ ഹൃദ്രോഗ സംബന്ധമായ കാര്യങ്ങൾക്കും എല്ലാത്തിനും സ്പെഷ്യാലിറ്റീസ് തുടങ്ങാൻ കഴിയാവുന്ന എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയ മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസ് ഒരുക്കാൻ കഴിയാവുന്ന എല്ലാ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെയും പണി പൂർത്തീകരിച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. ഇനി അതിനോട് ഇച്ചിരി ഒരു താല്പര്യം ഒരു ഗവൺമെന്റ് കാണിച്ചാൽ മതി, അത് കയറി പോകുമെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. പാലക്കാട്ടെ സിന്തറ്റിക് ട്രാക്ക് പറയുമ്പോൾ ആളുകൾക്ക് അതിപ്പോ കുറച്ചായാലേ പറയുന്നു. നിങ്ങൾക്കറിയോ, ഈ പാലക്കാട്ടെ കുട്ടികൾ കോയമ്പത്തൂരിലെ സിന്തറ്റിക് ട്രാക്കിന്റെ മുമ്പിൽ അവരുടെ കുട്ടികൾ ഓടിത്തീരുന്നത് കഴിയാൻ കാത്തുനിന്നവരാണ്. ഈ പാലക്കാട്ടെ കുട്ടികൾ ആ കുട്ടികൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയാൽ അവരിറങ്ങിയാൽ തിരിച്ചു കയറേണ്ടി വന്നിരുന്നവരാണ്. ഇപ്പൊ അഭിമാനത്തോടെ പറയുന്നു, 4 ഏഷ്യൻ ഗെയിംസ് മെഡലിസ്റ്റുകൾ പാലക്കാട്ടെ സിന്തറ്റിക് ട്രാക്കിൽ നിന്ന് ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനം ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഉയരുന്നതിന് കാരണക്കാരായി മാറിയിട്ടുണ്ട്. ഒളിമ്പ്യൻ ശ്രീശങ്കർ മുരളി എന്ന് പറയുന്ന ഈ നാടിന്റെ അഭിമാനവാചകമായ ചെറുപ്പക്കാരൻ, ഇന്ത്യയിലെ ലോങ് ജമ്പിന്റെ റെക്കോർഡ് ഹോൾഡർ, സ്കൂളിൽ പഠിച്ച് പുറത്തിറങ്ങിയപ്പോ പാലക്കാട്ടെ സിന്തറ്റിക് ട്രാക്കിന്റെ ലോങ് ജമ്പ് പിച്ചിലാണ് ആ ഒളിമ്പ്യൻ ശ്രീശങ്കർ മുരളി എന്ന പ്രതിഭ ഉദയം ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പൊ നമ്മുടെ അഭിമാനമായ കേരളത്തിന്റെ വേഗറാണി താര എന്ന് പറയുന്ന കൊച്ചു മിടുക്കി പാലക്കാട്ടെ സിന്തറ്റിക് ട്രാക്കിൽ ഓടിത്തെളിയുന്നതാ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. പാലക്കാട്ടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച 50 കോടി രൂപ അട്ടിമറിച്ചത് BJP ആണ് എന്നുള്ള കാര്യത്തിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു NOC മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇതുവരെ 50 കോടി രൂപയുടെ ജില്ലാ സ്റ്റേഡിയം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അനുവദിക്കണമെന്നുള്ള എന്റെ സബ്മിഷൻ, അതിനനുകൂലമായ നിലപാടെടുത്ത സംസ്ഥാന സർക്കാർ. പക്ഷെ ഒരു NOC പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു കാര്യം ഞാൻ നഗരഭരണം കണ്ടവരോട് പറയുന്നു, ആ നഗരഭരണം കണ്ടവർ ശ്രദ്ധിക്കുക. ഈ പാലക്കാടിന്റെ നഗരവീഥികൾ, പാലക്കാടിന്റെ മുനിസിപ്പൽ റോഡുകൾ ഇതുപോലെ തകർന്ന് തരിപ്പണമായ ഒരു കാലം പാലക്കാട്ടെ ജനത കണ്ടിട്ടുണ്ടോ? BJPക്ക് ഒരു അവസരം കൊടുക്കണമെന്നാണ് അവരുടെ നേതാക്കന്മാർ പറയുന്നത്. അവരുടെ അനൗൺസ്മെന്റിൽ കേൾക്കുന്നത് BJPക്ക് 2 അവസരം കൊടുത്തതിന്റെ പേരിൽ ഇന്ന് പാലക്കാട്ടെ ജനത എത്ര പ്രയാസപ്പെട്ടിട്ടാണ് പാലക്കാടിന്റെ നഗരവീഥികളിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഞാൻ അവരുടെ പാർട്ടിയിലെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ പറയുന്നു, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ശ്രീകണ്ഠേട്ടാ. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ല. ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ അന്ന് നിങ്ങളുടെ TV കുലുങ്ങും. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് വാർത്തയാ, നിങ്ങൾക്ക് നിലക്കാത്ത വാർത്തയാ. ഇന്നും നിങ്ങൾ ചോദിക്കും സ്ഥാനാർത്ഥി ആരുടെ നോമിനിയാണെന്ന്. കെ മുരളീധരൻ MP ഇവിടെ പറഞ്ഞു, സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ നോമിനി. ഞങ്ങളെല്ലാവരും തെരഞ്ഞെടുപ്പ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നു. അതിന്റെ ഇടയിൽ ആർക്കെങ്കിലും ഒന്ന് തുമ്മിയ അപ്പൊ ചാനലിൽ കൊടുങ്കാറ്റാണ്. ഞാൻ അറിയുന്ന പാലക്കാടിനെ വെച്ച് ഞാൻ പറയാം, TV ചാനലിലെ കൊടുങ്കാറ്റല്ല പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് 23 മനസ്സിലാവും. പക്ഷെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എനിക്ക് കിട്ടി. BJP സ്ഥാനാർത്ഥി ഈ മേഖലയിലൊക്കെ പര്യടനം നടത്തുമ്പോ, സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ബൂത്തിൽ പര്യടനം നടത്തുമ്പോ, സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന പ്രദേശത്ത് പര്യടനം നടത്തുമ്പോൾ അദ്ദേഹത്തെ ആ പരിപാടിയിൽ ഒന്നും പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ള വിവരം ഇപ്പൊ അവിടെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ 11:15 പത്രസമ്മേളനം നടത്തും, അതിന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവും, അവർ മേടിച്ചോട്ടെ, പറഞ്ഞോട്ടെ, അതോടെ തീരുന്നു. പക്ഷെ പാലക്കാട്ടെ BJPക്കകത്ത് ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. ഈ പ്രദേശത്ത് തന്നെയുള്ള ആളുകൾ, നിങ്ങൾക്കറിയാം ഞാൻ ആരെ പറ്റിയാണ് പറയുന്നത്. BJP സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് അതാത് ബൂത്തിലും അതാത് സ്ഥലങ്ങളിൽ പോലും അവരുടെ മുഴുവൻ നേതാക്കന്മാരോ ജനപ്രതിനിധികളോ കൗൺസിലർമാരോ പോലും പങ്കെടുക്കുന്നില്ല. നിങ്ങൾക്കത് വാർത്തയല്ല.
നിങ്ങൾക്കത് ചർച്ച ചെയ്യണ്ട, നിങ്ങൾക്കത് കൊഴിഞ്ഞു പോക്കല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു, ഇവിടെ BJP-യെ ഐക്യ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുത്തിയിരിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് ഈ പാർട്ടിയിലെ ജനങ്ങളോട് കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നത് അതിന്റെ പേരിൽ തന്നെയാണ്. ഞാൻ ഇവിടുത്തെ ജനതയോട് പറയുന്നു, ഈ നാടിന്റെ വികസന കാര്യങ്ങൾ എണ്ണി എനിക്ക് പറയും. പിരായിരി പഞ്ചായത്തിൽ ഉൾപ്പെടെ നിങ്ങൾ മേലാമുറിയിൽ നിന്ന് പൂടൂർ വരെയുള്ള റോഡ് ഉൾപ്പെടെ നിങ്ങൾ ഇതിന്റെ ഈ പഞ്ചായത്തിന്റെ തലങ്ങും വലകും നിങ്ങൾ പരിശോധിച്ചോ? നമ്മൾ ചെയ്തതിനേക്കാൾ കൂടുതൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സംവാദത്തിന് നമ്മൾ തയ്യാറാണ്. പാലക്കാട്ടെ KSRTC ഡിപ്പോയുടെ കാര്യമൊന്നും ഞാനിനി പ്രസംഗിക്കുന്നില്ല, പാലക്കാട്ടുകാർക്ക് അറിയുന്ന കാര്യമാണ്. 1 രൂപയുടെ സഹായം സംസ്ഥാന ഗവൺമെന്റ് തരാതെ, MLA ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ തറവാട്ടിന് കൊണ്ടുവരുന്ന ഫണ്ടൊന്നുമല്ല, ജനങ്ങളുടെ പൈസയാണ്. പക്ഷെ MLA ഫണ്ട് വെച്ച് ചെയ്യേണ്ട അനേകം കാര്യങ്ങൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് ആ ഡിപ്പോക്ക് പൂർണ്ണമായി പണം കൊടുത്തിട്ട് അത് പൂർത്തീകരിക്കേണ്ടി വന്ന സാഹചര്യം. ഇനി നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ്, പിന്നെ ടൗൺ ഹാൾ എന്തിനാ ഇത്ര വൈകിയത്? നമ്മൾ ആ പണം BJP നഗരസഭ ആ പണത്തിന്റെ കൃത്യമായ അതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥർ അത് നടപ്പിലാക്കാതെ വഹിക്കുന്നതിന്റെ ചോദ്യവും നമ്മളോടാണ്. BJP-യോട് ചോദ്യങ്ങളില്ല, അതറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിമാരെ പ്രതികരിച്ചിട്ട് അകത്തേത്തറ റെയിൽവേ മേൽപ്പാലത്തിന് എത്ര പതിറ്റാണ്ട് കാലം അവർ കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോ അത് പൂർത്തീകരിച്ച് അതിൽ കൂടെ വണ്ടി പോകാൻ തുടങ്ങിയോ? ഒരു മേൽപ്പാലം നിങ്ങൾ മെഡിക്കൽ കോളേജിനെ പറ്റി ചോദിക്കുമ്പോ ആ മലമ്പുഴ നിയോജകമണ്ഡലത്തിൽ പതിറ്റാണ്ടുകളോളം മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കന്മാരും പ്രതികരിച്ചിട്ടും ആ റിംഗ് റോഡിന്റെ കാര്യത്തിന് എത്ര പതിറ്റാണ്ട് അവർ കാത്തിരിക്കേണ്ടി വന്നു. പാലക്കാട്ടെ BJP ഭരണകൂടത്തോടും കൊണ്ട് ചോദ്യം, സുൽത്താൻപേട്ടയിലെ നിങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സ്, IMA സ്റ്റേഡിയത്തിലെ നിങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഒലവക്കോടിലെ നിങ്ങളുടെ കംഫർട്ട് സ്റ്റേഷൻ, ഈ ടൗൺ ഹാളിന്റെ അനക്സ്, ഈ MP പാലക്കാടിന്റെ അഭിമാനമായ VK ശ്രീകണ്ഠൻ MP പാലക്കാട്ടെ സാധാരണക്കാരും കച്ചവടക്കാരും കരഞ്ഞു പറഞ്ഞപ്പോ കോവിഡിന്റെ കാലത്ത് ഫണ്ടുകൾ വെട്ടിക്കുറച്ചൊരു കാലത്തും പാലക്കാട്ടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ഗതികേട് കണ്ടിട്ട് എന്റെ ഫണ്ടിൽ നിന്ന് 3 കോടിയോളം രൂപ അതിനുവേണ്ടി നീക്കിവെക്കാമെന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് അതിന്റെ പണി പൂർത്തീകരിച്ചിട്ട് ആ ടെർമിനലിലേക്ക് കയറാനുള്ള ഒരു ടൈലിടാനോ കരണ്ട് കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ പോലും തയ്യാറാവാതെ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് പൂർത്തീകരിച്ചു വെച്ചിരിക്കുന്ന ബസ് സ്റ്റാൻഡ് അതൊന്നും ഉപയോഗത്തിന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോലും കഴിയാത്ത BJP-ക്കാരൻ ഇനി പാലക്കാട്ടെ നഗരത്തിൽ ഒരു അവസരം കൂടെ ചോദിച്ചു വന്നാൽ അതിനുള്ള മറുപടിയും ജനം 20-ന് കരുതി വെച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. റെയിൽവേ പിറ്റ് ലൈനും ഇൻഡസ്ട്രിയൽ കോറിഡോറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാലക്കാടിന് നേടിയെടുത്ത ജനപ്രതിനിധി ഇവിടെ കൂടെയുണ്ട്. ഞങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കും. ഈ ഗവൺമെന്റിന്റെ തുടർച്ചയിൽ പാലക്കാട്ടെ പദ്ധതികളെ പലതും പിന്നെ പറയുന്ന മോയിൻസ, എല്ലാരും വിചാരം മോയിൻസ് സ്കൂൾ എന്തോ പൊളിച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതാ. ഇല്ല, മോയിൻസ് സ്കൂളിലെ നിർമ്മാണ ഡിജിറ്റൈസേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു, ഡിജിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അധ്യയന ദിവസം പോലും ആ സ്കൂളിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഒരു പരീക്ഷ പോലും ആ സ്കൂളിൽ നമ്മൾ മുടക്കിയിട്ടില്ല. അവിടെ ഉള്ള സൗകര്യത്തിന്റെ കൂടെ കേരളത്തിലെ മറ്റൊരു സ്കൂളിലും ഇല്ലാത്ത ഒരു അഡീഷണൽ ഫെസിലിറ്റി കൊണ്ടുവരാൻ നമ്മൾ നോക്കി. അതിനെ രാഷ്ട്രീയ പ്രേരിതമായി അട്ടിമറിച്ചു. നിയമസഭയിൽ 2 വിദ്യാഭ്യാസ മന്ത്രിമാർ ഞാൻ ആ പ്രൊജക്ട് അവതരിപ്പിച്ചപ്പോ ആ പ്രൊജക്ട് തെറ്റായി പോയിരുന്നെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് മറുപടി പറയണമായിരുന്നു. പക്ഷെ അവരും പറഞ്ഞത് ഇത് മനോഹരമായ ഒരു പ്രൊജക്ടാണ്, ഇത് നടപ്പിലാക്കിയെടുക്കണമെന്നുള്ളതാണ്. പക്ഷെ മന്ത്രിമാരെക്കാൾ കരുത്തുള്ള ഉദ്യോഗസ്ഥർ അവരുടെ മന്ത്രിസഭയ്ക്ക് കീഴിലുള്ളതുകൊണ്ട് അവരെ അട്ടിമറിക്കുന്നു. പക്ഷെ മോഹൻസ് സ്കൂളിലെ ഒരു പ്രവൃത്തി ദിവസം നഷ്ടപ്പെടുകയും ഒരു ക്ലാസ്സിലും കമ്പ്യൂട്ടറോ സ്ക്രീനോ ഇല്ലാതിരിക്കുകയും ഒരു അധ്യയന ദിവസമോ ഒരു പരീക്ഷയോ അവർക്കില്ലാതാക്കുന്ന ഒന്നും അവിടെ മുടക്കായി നിൽക്കുന്നില്ല. ഒരു അഡീഷണൽ ഫെസിലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചു, അതിനെ മുടക്കാൻ ശ്രമിക്കുന്നു, അത്രമാത്രം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ, പ്രിയപ്പെട്ടവരെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥലമാണ് പ്രശ്നമെങ്കിൽ കണ്ണൂരിലെ ആൾക്ക് ഇവിടെ വന്ന് മത്സരിച്ചപ്പോ ഇല്ലാത്ത പ്രശ്നം, ആലപ്പുഴയിലെ ആൾ ഇവിടെ വന്ന് മത്സരിച്ചപ്പോ ഇല്ലാത്ത പ്രശ്നം, BJP-ക്കാർക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരാൾ ഇവിടെ കൊണ്ടുവന്ന് മത്സരിച്ചപ്പോ ഇല്ലാത്ത പ്രശ്നം രാഹുലിന് മാത്രം ഉണ്ടാവുന്നത് പ്രാദേശികവാദത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നും അല്ല. ഈ തെരഞ്ഞെടുപ്പിൽ വേറൊന്നും പറയാനില്ല എന്നിട്ടാണ്. അയാൾ കോളേജ് യൂണിറ്റിലെ KSU പ്രവർത്തകനായി തുടങ്ങി, മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി,
നിയോജകമണ്ഡലം KSUവിന്റെ പ്രസിഡന്റായി, ജില്ലാ സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡന്റായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി, ഡൽഹി സെന്റ് സ്റ്റീഫൻസിൽ നിന്ന് ഹിസ്റ്ററിയിൽ MA ബിരുദം, ബിരുദാനന്തര ബിരുദം നേടി, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടി. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയല്ല, വിദ്യാഭ്യാസവും ഉണ്ട്, വിവരവും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. രണ്ടും ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. ഒരു ചെറുപ്പക്കാരൻ സമരരംഗത്തും സേവന രംഗത്തും, ഇപ്പൊ വയനാട്ടിലെ മുരളിയേട്ടൻ പറഞ്ഞു 100 വീടുകളുടെ കണക്ക്, 30 വീടുകൾ വയനാട് നിർമ്മിച്ചു കൊടുക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാലക്കാടിന്റെ കൂടെ ഉണ്ടാകും. ആർജവത്തോടെ കേരളത്തിന്റെ നിയമസഭക്കകത്ത് ഈ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കും. പാലക്കാട്ടെ കർഷകന് വേണ്ടി സംസാരിക്കും. പാലക്കാട്ടെ സാധാരണക്കാരന് വേണ്ടി സംസാരിക്കും. ഒരു സംശയം നിങ്ങൾക്ക് ആ കാര്യത്തിൽ വേണ്ട. ഞാൻ ഉണ്ടായതിനേക്കാൾ കൂടുതൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് ഈ നാട് അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്നേഹം കാണുമ്പോൾ നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തും, പല വ്യാജ പ്രചരണങ്ങളും നടക്കും. ഞാൻ വടകര പോയിപ്പോ പറഞ്ഞത് ഞങ്ങളുടെ പാലക്കാട്ടെ രാഷ്ട്രീയത്തിൽ CPM ഈ വക ഏർപ്പാടൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ്. അവിടെ കാഫറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നടത്തിയത്. പക്ഷെ ഇപ്പോ ഈ പണി അത് വേണ്ടായിരുന്നു എന്ന് CPMന് തന്നെ തോന്നിയത് കൊണ്ടാണ് അത് ഷാഫി പറമ്പിന്റെ നാടകമാണ് എന്നുള്ളത് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി വെളുക്കെ ചിരിച്ചുകൊണ്ട് ഇപ്പൊ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ പെട്ടി വിട്ടതല്ല, നിങ്ങൾ പെട്ടി കൊണ്ട് പെട്ടതാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ നല്ലോണം വിലയിരുത്തിക്കോ. എന്നായും പാലക്കാട് കള്ളപ്പണം കൊണ്ടൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുള്ളത് നിങ്ങൾ നല്ലോണം വിലയിരുത്തിക്കും, നല്ലോണം നിങ്ങൾ ആലോചിച്ചു. അതുകൊണ്ട് CJP ഡീലിനെ നിങ്ങൾ എതിർക്കണം. ഇവിടുത്തെ BJPക്കാരന് സ്പേസ് കൊടുക്കുന്ന, അവരുടെ സ്ഥാനാർത്ഥിക്കെതിരെ മിണ്ടാൻ മടിക്കുന്ന, അവരുടെ നേതാക്കന്മാര് പറയുന്നതിന്റെ ലൗഡ് സ്പീക്കർ ആവുന്ന നിങ്ങളുടെ നേതാക്കന്മാരുടെ നയങ്ങൾക്കെതിരെ ആർജവത്തോടെ നിങ്ങൾ പ്രതികരിക്കണം. അതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, ഖേദിക്കേണ്ടി വരില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഗമം ഉജ്ജ്വലമാക്കിയ പിരായിരിയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ബൂത്തിലെ കാര്യങ്ങൾ നോക്കണം. തെറ്റിദ്ധരിപ്പിക്കാനും വ്യാജ പ്രചരണം നടത്താനുമുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുക്കണം. അവരുടെ കൂടെ നിന്ന് തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.